പിന്നീട് അദ്ദേഹം വിശദീകരിക്കുന്നു, വമൻ അഫ്തറ ഫഅലൈഹി അൽ ഖലാഉ ഫഖത്ത്. പിന്നീട് ആരെങ്കിലുമൊക്കെ നോമ്പ് മുറിച്ചാൽ, റമദാനിന്റെ പകലിൽ നോമ്പ് മുറിച്ചാൽ അതുമായി ബന്ധപ്പെട്ട ഹുക്കുമാണ് അദ്ദേഹം പറയുന്നത്. വമൻ അഫ്തറ, ആരെങ്കിലും നോമ്പിന്റെ പകലിൽ നോമ്പ് മുറിച്ചു, ഫഅലൈഹി അൽ ഖലാഉ ഫഖത്ത്, അവന് ആ നോമ്പ് പിന്നീട് ഒരു ദിവസം ഖലാ എടുക്കലാണ് നിർബന്ധമായിട്ടുള്ളത്, അതേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ അങ്ങനെ നോമ്പ് മുറിച്ച ഒരുവന് വേറെ കഫാറത്ത് ദീനിൽ വന്നിട്ടില്ല. ഇദാ കാന ഫിത്റുഹു ബി അക്ലിൻ ഔ ബിശുർബിൻ ഔ ഖൈഇൻ അംദൻ ഔ ഹിജാമ. ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഒരാൾ നോമ്പ് മുറിച്ചത് എങ്കിൽ അയാൾക്ക് ആ പകരമായി മറ്റൊരു ദിവസം നോമ്പെടുത്താൽ മതി. ഏതൊക്കെ കാര്യം? ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, മനഃപൂർവ്വം ഛർദ്ദിപ്പിക്കുക, അതുപോലെ ഹിജാമ ചെയ്യുക. ഇത്രയും കാര്യമാണ് സഹോദരങ്ങളെ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ജിമാ ഒഴിവാണ്, ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്ന നോമ്പ് മുറിയുന്ന കാര്യം ഇതിൽ നിന്നും ഒഴിവാണ്. അതിന്റെ ഹുക്കുമ്, അതിന്റെ വിധി സഹോദരങ്ങളെ അത് വേറെയാണ്. ഇൻഷാ അല്ലാഹ് അത് പറയുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആരെങ്കിലും ഒക്കെ മനഃപൂർവ്വം ചെയ്താൽ അതിന് ഖളാ മാത്രം മതി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത് കുറ്റമില്ല എന്നല്ല. അദ്ദേഹം അതിന്റെ വിഷയത്തിലേക്ക് ഇവിടെ പറയുന്നില്ല. അതിന്റെ ശർഈയായ ഫിഖഹിയായ വിധിവിലക്കുകൾ മാത്രമാണ് പറയുന്നത്. വൻ പാപമാണ് അയാൾ ചെയ്യുന്നത്. റമളാനിന്റെ പകലിൽ ഒരു കാരണവുമില്ലാതെ ഒരാൾ ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് വലിയ തിന്മയാണ്. ചില ആളുകൾ അവർക്ക് പിശാചിന്റെ, ചില മനുഷ്യരിൽപ്പെട്ട പിശാചുക്കൾ ചിലരെന്ത് ചെയ്യും, ഇത്തരത്തിൽ കോളേജിൽ മറ്റുമൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ പിന്നാലെ ഉണ്ടാവും. റമളാനിന്റെ പകലിലായാൽ വീട്ടുകാരുടെ അടുക്കൽ നോമ്പുമായിട്ട് പോരുന്ന കുറെ ആൾക്കാരുണ്ടാവും. അവരെന്തോ വലിയ സംഭവമായിട്ടൊക്കെ ചെയ്യുന്നത് പോലെയാണ്. എന്നിട്ട് എവിടെയെങ്കിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യും, അവിടെ നിന്ന് ആരും കാണാതെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കും. സഹോദരങ്ങളെ വൻ പാപമാണ് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കോപമുണ്ടാക്കുന്ന കാര്യമാണ് ചെയ്യുന്നത്. റമളാനിന്റെ പകലിനെ ഹുറുമത്ത്, അതിന്റെ പവിത്രത മാനിക്കാതെയാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത്. നിസ്സാരമായ കാര്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആഫിയത്ത് കൊണ്ടാണ് നീ ജീവിക്കുന്നത്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളാണ് നിനക്ക് ചുറ്റുമുള്ളത്. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന വളരെ എളുപ്പമുള്ള, ഏതൊരു ചെറിയ കുട്ടിക്ക് പോലും എടുക്കാൻ സാധിക്കുന്ന ദീനിന്റെ ഒരു വിധിവിലക്ക്, ദീനിന്റെ ഒരു നിയമം, അഥവാ ഫജ്ർ മുതൽ മഗ്രിബ് വരെ വെള്ളവും ഭക്ഷണവും ഇല്ലാതെ നോമ്പെടുക്കുക എന്ന് പറയുന്നത് നിനക്ക് സാധിക്കുന്നില്ല. എത്ര ദുർബലനാണ്, എത്ര നന്ദി കെട്ടവരാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു പോയ ആളുകൾ ഉണ്ടെങ്കിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്യേണ്ടവരാണ്. അത് ഖളാ വീട്ടേണ്ടതാണ്, നിർബന്ധമായും ഖളാ വീട്ടേണ്ട കാര്യമാണത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് തെറ്റാണ്, ഇസ്തിഗ്ഫാർ തേടേണ്ട കാര്യമാണ്. എന്നാൽ അതിന് പ്രായശ്ചിത്തമില്ല. ഒരൊറ്റ നോമ്പെടുക്കുക എന്നുള്ളതാണ്. എത്രയാണോ നോമ്പ് പോയത് അത്രയും നോമ്പെടുത്ത് വിട്ടുക എന്നുള്ളതാണ്. അതിന് മറ്റ് ഫിദിയ കൊടുക്കുക പോലെയുള്ള കാര്യങ്ങളൊന്നും സഹോദരങ്ങളെ അതിനെന്തു വന്നിട്ടില്ല. ഫിദിയ കൊടുക്കുക പോലെയുള്ള കാര്യങ്ങളൊന്നും അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല.